ടൈറ്റാനിക് ഈ സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക എന്താണ്? ജാക്കും റോസും അവരുടെ പ്രണയകഥ. എന്നാൽ ടൈറ്റാനിക്കിലുണ്ടായ 2208 യാത്രക്കാരിൽ വേറെയും കവിതാക്കൾ കാണില്ലേ? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്നാൽ അങ്ങനൊരു നായകനും നായികയും ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു. ഐഡ സ്ട്രോസും ഭർത്താവ് ഇസിഡോ സ്ട്രോസും. അവരുടെ കഥ കൂടിയാണ് നമ്മൾ അറിയുന്ന ടൈറ്റാനിക്. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം മാറ്റിവെച്ച ദമ്പതികളായിരുന്നു ഇവർ. 1912 ഏപ്രിൽ 15 ആ ഭീകര രാത്രി നോർത്ത് അറ്റ്ലാന്റിക് കടലിലൂടെ ടൈറ്റാനിക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പൊടുന്നനെ ഉഗ്ര ശബ്ദത്തോടെ കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നുപോയി. ഇരുവരും ലൈഫ് ബോട്ടിലേക്ക് കയറാൻ ഒരുങ്ങുകയായിരുന്നു. സമ്പന്നരും ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരുമായതുകൊണ്ട് ഐഡയ്ക്കും ഇസിഡോറിനും ലൈഫ് ബോട്ടിൽ സ്ഥാനം ലഭിച്ചു. അവർക്ക് സീറ്റ് പെട്ടെന്ന് കിട്ടി, കാര്യം അവർ ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. എന്നാൽ ഇസിഡോർ ബോട്ടിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. തനിക്ക് പകരം ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തു എന്നാണ് ഇസിഡോർ വിളിച്ചു പറഞ്ഞത്. ഇസിഡോർ കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ ഐഡയും കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. തൻ്റെ ലൈഫ് ജാക്കറ്റ് ഊരി ഐഡ ബോട്ടിലുള്ള ഒരു മെയ്ഡിന് കൊടുത്തു. തിരിച്ച് ബോട്ടിൽ കയറാൻ ഇസിഡോർ ഒരുപാട് തവണ അഭ്യർത്ഥിച്ചു നോക്കി, പക്ഷെ ഐഡ കൂട്ടാക്കിയില്ല. ഇസിഡോറിനോട് ഐഡ ഇങ്ങനെ പറഞ്ഞു: ഇസിഡോർ, ഞാൻ നിങ്ങളോടൊപ്പമാണ് ഇതുവരെ ജീവിച്ചത്. ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം മരിക്കും. ഇരുവരും അന്നത്തെ ഈ ടൈറ്റാനിക് കപ്പലപകടത്തിൽ മരിച്ചുപോയി. എന്നാൽ മരണത്തിലും അവർ കൈ ചേർത്ത് പിടിച്ചു. സ്നേഹം അങ്ങനെയാണ്. എത്ര ഭയമുണ്ടെങ്കിലും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ എന്ത് സാഹസവും ചെയ്യും. ടൈറ്റാനിക് അതുകൊണ്ട് ഇവരുടെ കൂടി കഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മരണത്തിൻ്റെ മുൻപിലും അവർ ഒന്ന് ആയി സ്നേഹിച്ച് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി. സ്നേഹം അങ്ങനെയാണ്. സ്നേഹമാണ് അഖിലസാരമൊഴി എന്ന കവിവാക്യം ഓർമ്മിക്കുക. സ്നേഹം മൃതി പോൽ ശക്തം എന്ന് പറഞ്ഞ കവിയെയും ഓർമ്മിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.